നമ്മള് ഏതൊരു പ്രായം മുതല് ക്യാൻസർ സ്ക്രീനിങ്ങിനായി മുന്നോട്ട് വരണം? പ്രായം അത് ഓരോ ക്യാൻസറിനും ഓരോ പോലെയാണ്. ഓക്കെ. എല്ലാ ക്യാൻസറിനും സ്ക്രീനിങ് സാധ്യമല്ല. എല്ലാം. ഇപ്പോൾ അല്ല. കാരണം പതുക്കെ വളരുന്ന ചില ക്യാൻസേഴ്സ് ഉണ്ട്. ഉം, അതിനെ മാത്രമേ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉം, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് സ്ക്രീൻ ചെയ്യാം. ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ സ്റ്റേജ് 0 എന്ന് പറയുന്നത് ആ. ബ്രസ്റ്റ് ക്യാൻസറിലാണ് കാണുക. നമ്മളപ്പോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് എപ്പോ മുതലാണ് ആരംഭിക്കേണ്ടത്? ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ഏത് പ്രായത്തിലും ചെയ്യണമെന്നാണ് പറയുക. കാരണം ഏത് പ്രായത്തിലും നമ്മൾ അതായത് എല്ലാ സ്ത്രീകൾക്കും ബ്രസ്റ്റ് ചെറിയൊരു തടിപ്പുകൾ വരും. വരും. കാരണം ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഹോർമോൺസിനോട് പ്രതികരിക്കുന്ന ഒരു അവയവമാണ്. ഓക്കെ. അപ്പോൾ പീരീഡ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉം. ചെറിയൊരു തടിപ്പുകൾ വന്നും പോകുന്നതായിട്ട് സ്ത്രീകൾ തന്നെ പറയാറുണ്ട്. ഉം. അത് പലപ്പോഴും വേദന ഉണ്ടാവും, അതെല്ലാം നോർമലാണ്. അതെ. കാരണം അത് ഹോർമോൺസിൻ്റെ ഒരു ഏറ്റക്കുറച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു ഉം. കാര്യമാണ്. ഏത് ഏജിലും ഇത് നമ്മൾ അറിയണം. ഉം. അതാണ് ബ്രസ്റ്റ് അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ബി അവെയർ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അത് 18-20 വയസ്സ് മുതൽ തന്നെ സ്വന്തമായി പരിശോധിക്കണം. അതിന് നമ്മൾ നോക്കിയാൽ ഗൂഗിളിലൊക്കെ പോയി അറിയാം. ഓരോ സമയത്തും പീരീഡ്സിൻ്റെ സമയത്ത് നമ്മളിത് എങ്ങനെ പരിശോധിക്കണം, ചില സ്റ്റെപ്പുകളുണ്ട്. ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഉം. അപ്പോൾ അവയർനെസ് ഹാസ് ടു സ്റ്റാർട്ട്. സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞുതരാമോ? സ്റ്റെപ്സ് ഐ തിങ്ക് ഒരു പടം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു മിററിൻ്റെ മുമ്പിൽ പോയിട്ട് അത് കൈവച്ച് ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു പടം കണ്ടു. മേ ബി ദാറ്റ് ഇസ് മോർ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും തടിപ്പുകൾ വരുന്നു, ആ സമയത്താണ് നമ്മൾ ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടത്. ഓക്കെ. അതും ചെറുപ്പക്കാരിലല്ല, മേ ബി ഒരു മെനോപോസ് ആയവർക്കാണ് ഇങ്ങനെ ഏത് പുതിയ തടിപ്പ് വന്നാലും നമ്മൾ ക്യാൻസർ ആണോ എന്ന് തന്നെ ഫസ്റ്റ് ഡൗട്ട് വരുന്നത്. അല്ലാതെ ഇപ്പോൾ പീരീഡ്സ് വരുന്നതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും പുതിയതായിട്ട് അത് വലുതായി വരികയാണെങ്കിൽ സംശയിക്കേണ്ട ഒരു കാര്യം. ഓക്കെ.